സുഹൃത്തുക്കളെ, അങ്ങനെ കർണാടകയിലെ ശിരൂരിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള രക്ഷാദൗത്യം വീണ്ടും പുനരാരംഭിച്ചു എന്ന ശുഭകരമായ വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. ഇന്ന് വളരെ നിർണായകമായ ദിനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ ദിനം നിർണായകമാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ തിരച്ചിലിനിടെ ഈ ലിവറിൻ്റെ ജാക്കി, അതായത് ജാക്കിയുടെ ലിവർ കണ്ടെത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഈ നേരത്തെ ലക്ഷ്മണൻ്റെ കടയൊക്കെ ഇരുന്നതിൻ്റെ സമീപത്തായി ഒരുപാട് ദൂരെ അല്ലാതായി പുഴയിൽ നിന്നാണ് ഈ അർജുൻ്റെ വാഹനത്തിൻ്റെ ഇത് കണ്ടെത്തിയത് എന്നുള്ളതാണ്. വാഹനം കണ്ടെത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീണ്ടും ധൈര്യപൂർവ്വം പുഴയിലിറങ്ങി ഈയൊരു പരിപാടിക്ക്, അതായത് തിരച്ചിൽ എന്ന ദൗത്യത്തിന് തുടക്കമിട്ടത് എന്നുള്ളതും എടുത്തു പറയേണ്ടി വരികയാണ്. അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടി വരും. കാരണം ജില്ലാ ഭരണകൂടത്തിൻ്റെ പോലും അനുമതിയില്ലാതെയാണ് അങ്ങനൊരു നടപടിയിലേക്ക് വീണ്ടും ഈശ്വർ മാൽപ്പെ രംഗത്ത് വന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതിനും അപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ടതുള്ളത് കാർവാർ MLA ഇടപെടലാണ്. അദ്ദേഹവും അവിടുത്തെ MP-യും കോൺഗ്രസ് കാരാണ്. അവർ ആദ്യം നേരത്തെ നേവി പോലും ഇറങ്ങാൻ മടിച്ചു നിന്ന പുഴയിലേക്ക് ഈശ്വർ മാൽപ്പെ ഇറങ്ങുന്ന നിലയിലേക്ക് ഈശ്വർ മാൽപ്പെ കൊണ്ടുവന്നത് അവരായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യത്തിൽ അവർക്കുള്ള പങ്ക് വളരെ, ഈ അവിടുത്തെ പ്രാദേശിക MP MLA-മാർക്കുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പം തന്നെ KC വേണുഗോപാൽ, അതായത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം, ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഇടപെടലും കൃത്യമായി പറയേണ്ടി വരും. ആദ്യം മടിച്ചു നിന്ന കർണാടക സർക്കാർ മടിച്ചു നിന്നപ്പോൾ നമ്മൾ പല വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. അത് യാഥാർത്ഥ്യവുമായിരുന്നു. തുടക്കത്തിൽ അവിടെ മണ്ണ് മാറ്റുന്ന അടക്കമുള്ള അവിടുത്തെ പരിശോധനകളിൽ പല അമാന്തങ്ങളുമുണ്ടായി, പല വീഴ്ചകളുമുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ പിന്നീട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ അടക്കം ഇടപെടൽ അവിടെ നിർണായകമായിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഒരു അഭിമാന പ്രശ്നമാണ് സമീപ സംസ്ഥാനമായ കർണാടകയിൽ അധികാരം തിരിച്ചു പിടിച്ച കോൺഗ്രസ്. അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു രക്ഷാപ്രവർത്തനം, അതൊരു മോശം ഇമേജാണ് കോൺഗ്രസ് സർക്കാരിന് ഉണ്ടാകുന്നത്. കേരളത്തിലും അത് ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതുകൊണ്ടുകൂടി ഒരു മലയാളിക്ക് വേണ്ടി വലിയ ഇടപെടൽ അവർ നടത്തിയിരുന്നു. എന്തായാലും അത്തരം ഇടപെടലുകളൊക്കെ തന്നെ അവിടെ ഫലം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രാദേശിക MP MLA ഒക്കെ കാര്യമായി വീണ്ടും ഇടപെടുന്നു. കേരളം ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ്, വയനാട് പോലുള്ള വലിയൊരു ദുരന്തമുണ്ടായ സമയമാണ്. പക്ഷേ അതിരുന്നാൽ തന്നെയും ആ വിഷയത്തിൽ നിന്ന് കേരളം അങ്ങ് വിട്ടുപോയിരുന്നു. ഇനിയൊരു പ്രതീക്ഷയില്ലാത്ത നിലയിലേക്ക് കേരള സർക്കാരിൻ്റെ കാര്യമായൊരു പിന്നീടുള്ളൊരു, ഇത് കഴിഞ്ഞ ശേഷം വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കണമെന്നൊരു സമ്മർദ്ദം, ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സമ്മർദ്ദത്തിലേക്ക് കടന്നിട്ടില്ല കേരള സർക്കാർ എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അത് നിൽക്കുന്നതിനിടെയാണ് ഇങ്ങനെ വീണ്ടും ഒരു തെരച്ചിൽ ദൗത്യവുമായി കർണാടക തന്നെ തുടക്കമിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇന്നലെ കുടുംബം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർ വ്യക്തമാക്കിയത് നേവിയും ഒപ്പം തന്നെ NDRF സംഘം, അതായത് കേന്ദ്ര സേനയുടെ ഒരു എഫർട്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. ഒരു പരിധിവരെ കുടുംബം ഒരു ഘട്ടത്തിൽ അമ്മ സംസാരിച്ചപ്പോൾ അമ്മയെ കൊണ്ട് ചിലർ പറയിപ്പിച്ചത് സൈന്യം അവിടെ ചില കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നു എന്ന തരത്തിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതില്ല. ചില ബാഹ്യ ഇടപെടലുകൾ അവിടെ ഉണ്ടായിരുന്നു. സൈന്യത്തിനെതിരെ ഒരു കുത്തിത്തിരിപ്പ് നടത്താൻ ചിലർ ശ്രമം നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷെ വയനാട് ഉൾപ്പെടെ സൈന്യം നടത്തിയ വലിയ ഇടപെടൽ ഒരു പോസിറ്റീവ് വൈബ് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സൈന്യത്തിലുള്ള അവരുടെ വിശ്വാസം യഥാർത്ഥത്തിൽ ഉണ്ട്. കാരണം സൈന്യം വിചാരിച്ചാൽ, പ്രത്യേകിച്ച് നേവിയാണ് പുഴയിൽ ജലത്തിനുള്ളിലുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ നേവിയൊക്കെ വന്നാൽ കുറച്ച് കാര്യക്ഷമമായി തെരച്ചിൽ നടത്തിയാൽ ഈ വാഹനം കണ്ടെത്തുകയും ആ വാഹനത്തിനുള്ളിലായിരുന്നു അർജുൻ ഉണ്ടായിരുന്നതെങ്കിൽ അർജുനെ കണ്ടെത്താൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയേനെ. ഇനി അർജുൻ ജീവിച്ചിരിപ്പില്ല എങ്കിൽ പോലും അർജുനെ കണ്ടെത്തുക എന്നുള്ളത്, അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയുക എന്നുള്ളത് ഒരു കുടുംബത്തിൻ്റെ മനസമാധാനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിച്ചിരിപ്പുണ്ടോ അതോ എന്തെങ്കിലും, നമ്മൾ ആദ്യ 4-5 ദിവസങ്ങളിൽ ക്യാബിനുള്ളിൽ അർജുൻ സുരക്ഷിതമായി ഇരിക്കുമെന്ന പ്രതീക്ഷയെ വെച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സാധ്യത ഇനി നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി പറയുമ്പോൾ ആ കുടുംബത്തിന് പോലും ഇല്ല. അവർ പലപ്പോഴും പറയാറുള്ളത്,
ഏതെങ്കിലും അവസ്ഥയിലാണെങ്കിലും എന്താണ് സംഭവിച്ചത് ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കുടുംബം വീണ്ടും നേവി ഉൾപ്പെടെ വരണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ ഒരു വശമായി രാഷ്ട്രീയം കൂടി നടക്കുന്നുണ്ട്. കാർവാർ MLA ചൂണ്ടിക്കാണിച്ചത് കേരളം ഈ ദൗത്യവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം അത് പറയുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വീഡിയോയിൽ നമ്മളിത് പ്രവചിച്ചിരുന്നതാണ്. കാരണം തൃശ്ശൂരിൽ കാർഷിക കോളേജിൻ്റെ ഡ്രഡ്ജിങ് യന്ത്രം ഉണ്ട്, അത് കൊണ്ടുവന്ന് പരിശോധന നടത്തണം എന്നുള്ളതാണ്. ഒരുപക്ഷെ കോൺഗ്രസ്സുകാരിൽ നിന്ന് അങ്ങോട്ടേക്ക് കിട്ടിയ ഒരു ഇൻപുട്ട് തന്നെയായിരിക്കും, വിവരമായിരിക്കാം അത്. അതുകൊണ്ട് തന്നെയാണ് കർണാടകത്തിലുള്ളൊരു MLA അല്ലാതെ പറയില്ലല്ലോ. അപ്പോൾ അത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അത് കേരളം ഫലത്തിൽ നിരസിച്ചു. അതിൻ്റെ ജില്ലാ കളക്ടർ അത് പ്രായോഗികമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി വഴി കർണാടകത്തെ അറിയിച്ച മറുപടി പുറത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന ആ പുഴയിലേക്ക് ഇറക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള കാരണമാണ്. പക്ഷേ എന്തായാലും കേരളത്തിൻ്റെ ഒരു ശ്രമം ഉണ്ടാകണമെന്ന് കേരളത്തിൻ്റെ തലയിലേക്ക് ഫലത്തിൽ അന്ന് കർണാടകം വെച്ചിരുന്ന കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. അതിൽ നിന്ന് കേരളം മാറുന്നതോടെ ഫലത്തിൽ കേരളത്തിൻ്റെ കുറ്റമായി. ഇത് രണ്ട് സർക്കാരും രണ്ട് രാഷ്ട്രീയ പാർട്ടികളായതുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് എപ്പോഴും ഒരു രാഷ്ട്രീയം കണ്ടിട്ട് മാത്രമേ എറിഞ്ഞ് വെക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ വയനാട് പോലെ മറ്റൊരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് അവർ കേരളം സഹകരിച്ചില്ല എന്ന് പറയുമ്പോൾ ഫലത്തിൽ ഈ ദുരന്ത സമയത്ത് ആദ്യം കർണാടകത്തിനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളെല്ലാം തിരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി എന്ത് തന്നെ ആയാലും, ഏത് തരത്തിലുള്ള ഒരു മത്സരത്തിൻ്റെ ഭാഗമായാലും അർജുനെ കണ്ടെത്തുക എന്ന ആവശ്യത്തിന്മേൽ നടത്തുന്ന ചില നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ നമ്മൾക്ക് പോസിറ്റീവായി കണ്ടേ മതിയാകൂ എന്നുള്ളതാണ്. മാത്രവുമല്ല, മന്ത്രി മുഹമ്മദ് റിയാസും ശശീന്ദ്രനും അടക്കം അവിടെ പോയി, ശിരൂരിൽ പോയി പല ദിവസം ക്യാമ്പ് ചെയ്തതാണ്. പല MLA അടക്കം അവിടെ ക്യാമ്പ് ചെയ്ത്, ഇടത് MLA അടക്കം, കോഴിക്കോട് MP MK രാഘവൻ അടക്കം അവിടെ നിന്ന് നടത്തിയ ചില നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്നത്തെ ദിവസം നിർണായകമാണ്. ഇന്ന് ഈ പ്രത്യേകിച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട്, പലയിടത്തും മൺകൂനകളൊക്കെ കാണുന്ന സ്ഥിതിയാണ് പുതിയ ഗംഗാവലി പുഴയുടെ കാഴ്ച. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈശ്വർ മൽപ്പെ ചൂണ്ടിക്കാണിക്കുന്നത് നദിയിലെ വെള്ളം ക്ലിയറാണ്, അതുകൊണ്ട് താഴെയുള്ള കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് എന്നുകൂടിയാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവാണ് സാഹചര്യം എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി കാര്യമായ ഒരു പരിശോധനയിലേക്ക് നേവി ഉൾപ്പെടെ കൂടി, അവരുടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ കൂടി വന്ന് പരിശോധന നടത്തിയാൽ ഒരുപക്ഷെ ദൗത്യം വിജയകരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലേക്കാണ് പോകുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും തീർച്ചയായും വലിയ പ്രതീക്ഷയോടെ ആ കുടുംബം കാത്തിരിക്കുകയാണ്. ആ കുടുംബത്തിന് കൃത്യമായൊരു ഉത്തരം നൽകാൻ നമുക്ക് കഴിയണം. അതിന് ഏറ്റവും നിർണായക ദിനം തന്നെയാണ് ഇന്ന്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഒപ്പം തന്നെ മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ മറ്റൊരു വിഷയമായി കാണാം. നന്ദി.